നമസ്കാരം. ഹാപ്പി ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ സോറി, കുറേ കാലമായിട്ട് വീഡിയോ ഒന്നും കണ്ടിട്ടില്ലെന്ന് അറിയാം. ആകെ തിരക്കായി പോയി, ട്രിപ്പൊന്നും പോകാൻ പറ്റിയില്ല. അത് കാരണമാണ് സമയമില്ല. എന്തായാലും ഞാനിപ്പോൾ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ കുറ്റിയാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാരംഗിൻ്റെ ഇപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ വരും. നമ്മുടെ ആതിരപ്പള്ളി ട്രിപ്പിലും ഒക്കെ ഉണ്ടായിരുന്ന പയ്യനാണ്, നമ്മുടെ ഫ്രണ്ടാണ്. സാരംഗിൻ്റെ നാട്ടിലാണ്. അപ്പോൾ എൻ്റെ കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു ഒരു തെയ്യം കാണണമെന്ന്, കുറേ വിചാരിക്കുന്ന തെയ്യം കാണണമെന്ന്. അപ്പോൾ ഫൈനലി ഞാനിന്ന് സാധിച്ചു. ഞാൻ തെയ്യം കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കോഴിക്കോട് നിന്ന് 100 കിലോമീറ്റർ ബൈക്ക് ഓടിച്ച്, ഒറ്റയ്ക്കല്ലാതെ അരുണുണ്ട്, കൂട്ടുകാരനുണ്ട്, മുണ്ടയക്കങ്കാരൻ. അവൻ്റെ ഒപ്പം ബൈക്ക് ഓടിച്ച് ഇങ്ങോട്ട് തെയ്യം കാണാൻ വന്നതാണ്. അപ്പോൾ ആ ഒരു തെയ്യം കാണാൻ പോയതിൻ്റെ കഥയാണ് ഈ ഒരു വീഡിയോയിൽ. ഇതാണ് ഗൈസ് സാരംഗ്. കൂട്ടുകാരാ പോവല്ലേ തെയ്യം കാണാൻ? വീട്ടിൽ ചെന്നിട്ട് കാണാം. നമ്മളപ്പോൾ അതേ വടകര അടുത്തെത്തി. തട്ടുകടയിൽ കയറുന്ന ഫുഡൊക്കെ അടിച്ച് ഫുൾ റീഫ്രഷായി. സെറ്റല്ലേ? സെറ്റാണ്. ഉറക്കം വരുന്നില്ലല്ലോ. പകുതി ദൂരം വന്ന് നമ്മൾ ഇങ്ങനെ 50 കിലോമീറ്റർ കൂടി. ആരെയും പറയുന്ന രാത്രി കണ്ണ് കാണാത്ത ജീവിയാണത്. ഇല്ലടാ, കണ്ണാട ഉണ്ടോ? കണ്ണാട ഉള്ളതുകൊണ്ട് സെറ്റാ. വേണ്ട, ഞാൻ പഠിച്ചോളാം. പിന്നിലിരുന്ന് കഥ പറഞ്ഞാൽ മതി. ഓക്കേടാ. ഇത്രയും നേരം കൂട്ടുകാരൻ്റെ കഥകളായിരുന്നു ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. അയ്യോ, നമ്മളപ്പോൾ അതേ സാരുവിൻ്റെ വീട്ടിലെത്തി. രാത്രി 2 മണിക്ക് നമുക്ക് കട്ടൻ ചിപ്സൊക്കെ ഇട്ടത് സാരുവിൻ്റെ അമ്മ ഉണ്ട്. താങ്ക് യു. ഒരു ഹായ് പറഞ്ഞേക്കാം എല്ലാവരോടും. അപ്പോൾ സാരുവാണ് നമ്മളെ തെയ്യത്തിന് ഇങ്ങോട്ട് വിളിച്ചേട്ടോ. വടക്കേ മലബാറിൽ ഇത് തെയ്യക്കാലമാണ്. ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവക്കോലങ്ങളും പഴങ്കഥകളിലെ കഥാപാത്രങ്ങളുമൊക്കെയായി ഒട്ടനവധി തെയ്യങ്ങൾ. അന്ന് അമ്മ എഴുന്നേറ്റ് വന്നതാണ്. ചാര മോനോത്സവത്തെ പിന്നെ ഭഗവാൻ ഇങ്ങനെ നമ്പൂരി ഒന്ന് എവിടുന്നാ വരുന്നത്? ഞാൻ ചാര മോനോത്ത് പോയത് അവിടെ തന്നെ. എന്നാൽ നമുക്കും വരാൻ കൂടാ അങ്ങനെ പറഞ്ഞു. അവർ വന്നിട്ടാണ് ഇവിടെ മുല്ലശ്ശേരിൻ്റെ അടുത്ത് വന്ന് നട്ടു പാതിരക്ക് നിൽക്കുന്നത്. ഞെട്ടി എണീറ്റ് നോക്കുമ്പോൾ കനകനക്കത്തുന്നു. എന്നാൽ മാതാവേ വേണ്ടെന്ന് ചേട്ട വേഗം നല്ല പനിയും കിണ്ടി വെള്ളോട്ട് കിണ്ടി വേണം. അപ്പോൾ അതവിടെ വെച്ചു. അവിടുന്ന് വേഗം അതെല്ലാം നിരത്തി വെച്ച് പല പനിയും വെള്ളം വെച്ചു എല്ലാം ആക്കി വെച്ചു. വേഗം മേലേനെ കൂട്ടി അങ്ങ് കായൻ്റെ പാടി വേഗം മരുവനെ പിടിച്ച് മേലേരി കാട്ടി. അതാണ് ഈ മേലേത്തുള്ളത്. ആ ചടങ്ങായിരുന്നു. അമ്മ വന്നു തന്നെ ഒരു വാക്കുണ്ട്. 60 വെച്ചിട്ട് 70 മരിച്ചു അമ്മേൻ്റെ. 70 മരിച്ചു. ഞാൻ ഈ കോട്ടയിൽ നിൽക്കില്ല, ഇന്ന് മറ്റേ നാട് വിട്ടാലേ. അങ്ങനെയാണ് ഈ മാതാവ് ഇങ്ങനെയായത്.
അപ്പം ഞാനിന്ന് കാണാൻ വന്നേക്കുന്ന തെയ്യം പുതിയ ഭഗവതിയുടേതാണേ. ഈ ഒരു പുതിയ ഭഗവതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗം ശമിപ്പിക്കുന്ന തെയ്യമാണ്. പരമശിവൻ്റെ മകളായിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. പണ്ടൊരിക്കൽ ശിവൻ തൃക്കണ്ണ് തുറന്നപ്പോൾ ചീറുമ്പ സഹോദരിമാരെന്ന് പറഞ്ഞ 2 പേര് ജനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചീറുമ്പ സഹോദരിമാർ ജനിച്ചപ്പോൾ തന്നെ നമ്മുടെ പരമശിവനും അതുപോലെ ദേവലോകത്തെല്ലാം വസൂരി നൽകിക്കൊണ്ട് അവർ കീഴേ ലോകത്തേക്ക് പോവാണ്. അങ്ങനെ അവർ കീഴ്ലോകത്തെത്തിയിട്ട് അവിടെയും വസൂരി വളർത്തുകയാണ്. അങ്ങനെ വസൂരി കൊണ്ട് പൊറുതിമുട്ടിയ ദേവലോകവും കീഴ്ലോകവും എല്ലാവരും പരമശിവൻ്റെ അടുത്തൊരു പരിഹാരത്തിനായിട്ട് എത്താണ്. അങ്ങനെ പരമശിവൻ പറയും 10 പട്ടേരിമാരോട് 41 ദിവസത്തെ കഠിനമായ ഹോമകർമ്മങ്ങൾ ചെയ്യാൻ. അങ്ങനെ അവർ ആ ഒരു 41 ദിവസത്തെ കഠിനമായ ഹോമകർമ്മങ്ങളൊക്കെ ചെയ്ത് 41-ാം ദിവസം ആ ഒരു ഹോമകുണ്ഡത്തിൽ നിന്നും ഉയർന്നു വന്നതാണ് ഈ പുതിയ ഭഗവതി. ഈ ഒരു പുതിയ ഭഗവതിയുടെ ഉത്ഭവം തന്നെ വസൂരി മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നേ. അങ്ങനെ ദേവലോകത്ത് പരമശിവൻ്റെ വസൂരി മാറ്റാനെത്തിയ പുതിയ ഭഗവതി തൻ്റെ ദാഹം ശമിപ്പിക്കണമെന്ന് പറയുകയും കോഴിയും കുരുതിയും മറ്റും കൊടുത്ത് ദാഹം ശമിപ്പിച്ചപ്പോൾ പരമശിവൻ്റെയും ദേവലോകത്തുള്ളവരുടെ എല്ലാം വസൂരി മാറ്റിയെന്നാണ് ഐതിഹ്യം. അതിനുശേഷം 6 സഹോദരന്മാരോടൊപ്പം ഈ ഒരു പുതിയ ഭഗവതി കീഴ്ലോകത്തേക്ക് വരികയും കീഴ്ലോകത്തെ വസൂരി മാറ്റുകയും ചെയ്തു. അതിനുശേഷം അസുരനായ കാർത്തിവീരാർജുനുമായി ഒരു യുദ്ധം നടക്കുകയും തൻ്റെ 6 സഹോദരങ്ങൾ കാർത്തിവീരാർജുനനാൽ കൊല്ലപ്പെടുകയും ചെയ്തു. ആ ദേഷ്യത്തിൽ കാർത്തിവീരാർജുനെ നിഗ്രഹിച്ച് ആ ഒരു അസുരൻ്റെ കോട്ടയെല്ലാം അഗ്നിക്കിരയാക്കി കലിപൂണ്ടായിരുന്നു ഈ ഒരു പുതിയ ഭഗവതി ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രതികാര ദേവതയായ ഈ ഒരു പുതിയ ഭഗവതി അങ്ങനെ പോകുമ്പോൾ ചീറുമ്പയെ കാണാം കേട്ടോ. അപ്പം അതും തൻ്റെ സഹോദരിയാണെന്ന് മനസ്സിലാക്കി പുതിയ ഭഗവതി ചീറുമ്പയും കൂടെ കൂട്ടി. ഞാൻ ഈ ഒരു ചീറുമ്പയും പുതിയ ഭഗവതിയും കൂടി എത്തുന്നത് മൂലശ്ശേരി കുറുപ്പിൻ്റെ അടുത്താണ്. അപ്പോൾ മൂലശ്ശേരി കുറുപ്പിന് മനസ്സിലായി വന്നത് മറ്റാരുമല്ല പരമശിവൻ്റെ മകൾ തന്നെയാണെന്ന്. അങ്ങനെ ആ ഒരു മൂലശ്ശേരി കുറുപ്പ് പുതിയ ഭഗവതിക്ക് സ്ഥാനവും പീഠവും ആയുധവും നൽകി പൂജയും കെട്ടിക്കോലവും എല്ലാം നൽകി. നിരന്തരം എരിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നിരുന്നാലും പുതിയവളായി കാണപ്പെടുന്ന ആ ഒരു ഭഗവതി അതുകൊണ്ടാണ് പുതിയ ഭഗവതി എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ ഇൻ്റർനെറ്റിൽ പലയിടത്തായിട്ട് തിരഞ്ഞപ്പോൾ കിട്ടിയ ഐതിഹ്യങ്ങളാണ്. എനിക്ക് ബേസിക്കലി ഈ ഒരു തെയ്യങ്ങളോടോ അതിൻ്റെ പുറകിലെ ഐതിഹ്യങ്ങളോടൊന്നും എനിക്ക് വലിയ പരിചയമില്ലാത്തതുകൊണ്ടാണ്. അറിയാൻ നല്ല താല്പര്യമുണ്ട്, എന്നിരുന്നാലും പരിചയക്കുറവുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തി തരണേ കമൻറ്റിൽ. നമ്മളപ്പോൾ സാരുവിൻ്റെ വീട്ടിൽ തിരിച്ചെത്തി തെയ്യൊക്കെ കഴിഞ്ഞ് കണ്ട സാരുവിൻ്റെ ഐഡിയ ആണ്. അവിൽ മിക്സർ ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് ചായ ഒഴിച്ച് മിക്സ് ചെയ്ത് അടിക്കുന്നു. കൂട്ടുകാരുടെ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നീ എവിടുന്ന് പഠിച്ചതാ? പുട്ടൊന്നും ആക്കാൻ ഇവർ അതിന് സമയം തന്നില്ല, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് കൊടുത്തത് ഗൈസ്. ഇത് നീ എവിടുന്ന് പഠിച്ചതാ? കടയത് ഏത് കട? നീ തിന്നാൻ പോലെ. ബട്ട് സീരിയസ്ലി ഗൈസ് ഇത് ടേസ്റ്റ് ആണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മൾ തെയ്യൊക്കെ കണ്ടു, വയറ് നിറച്ച് എന്തായിരുന്നു അവിലും മിക്സറും പഞ്ചസാരയും ചായയും മിക്സ് ചെയ്ത് അടിച്ചു. അപ്പോൾ എന്തായാലും വളരെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് തെയ്യം കാണൽ. സോ അതിന് സാരംഗിൻ്റെ വീട്ടുകാരോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ കുറച്ച് മുന്നേ കണ്ടില്ല കഥ പറയുന്ന അമ്മാമ്മ, അത് സാരംഗിൻ്റെ അമ്മയാണ്. വേറെന്താ ഇതിലൊക്കെ പറയാനുണ്ടോ? ഇനി വരും കൊല്ലങ്ങളിലും ഞങ്ങളെ പ്രതീക്ഷിക്കാൻ തെയ്യം കാണാൻ. കുഴപ്പമൊന്നുമില്ലല്ലോ വരുന്നതിന്? ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇപ്പോൾ തെയ്യം സീസണാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നേരെ വടക്കേ മലബാറിലെ എവിടെയെങ്കിലൊക്കെ തെയ്യം എവിടെയെന്നൊക്കെ നോക്കി തപ്പി പിടിച്ച് വിട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്, മിസ്സാകണ്ട. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയ യാത്രകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.
ഞാൻ ഔട്ടർ എടുത്തോട്ടെ. ബൈ ബൈ ഗായ്സ്. ബൈ ബൈ പറയാറായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് കമൻറ്റ് രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനൊക്കെ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ ഇനി ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പേഴ്സണലി മെസ്സേജ് അയക്കാം. ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് പേഴ്സണലി റിപ്ലൈ തരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞാലേ എനിക്ക് കൂടുതൽ ഇമ്പ്രൂവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ ഇമ്പ്രൂവ് ചെയ്താലേ ചാനലിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. സോ യു ഗൈസ് മാറ്റർ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് യാത്രയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ അതിലേക്കും ഹാപ്പി ട്രാവലിംഗ് വിത്ത് അക്ഷയ് @ സാരക് @ കൂട്ടുകാരൻ ഫ്രം മുണ്ടക്കയം. സൈനിങ് ഓഫ്. ബൈ ബൈ.